ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പിടിവിട്ട ഭാര്യയും ഗതികെട്ട ഭർത്താവും എന്നുള്ള വിഷയം. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പം. ഒരു സംഭവം, ഒരു ഭർത്താവ് പറഞ്ഞതാണ്, എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കത്തില്ല. പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറാണ് അവൾക്ക് ദൈവം. അവരെന്ത് പറഞ്ഞാലും അത് ചെയ്യും. മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. വീട്ടുകാരെ അവരോട് വലിയ താല്പര്യമൊന്നുമില്ല. മക്കളെ നോക്കുന്ന കാര്യം പോലും ഒരു ശ്രദ്ധയല്ല. അവൾക്ക് ഈ പ്രാർത്ഥന അത് ഏതാണ്ട് ഭക്തി ഭ്രാന്തായി മാറിയിരിക്കുന്ന ഒരവസ്ഥ. ഭർത്താവാണെങ്കിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയ്ക്ക് പോകില്ല. പുള്ളി തീരുമാനിച്ചു. കാരണം ഇവളുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്. അങ്ങനെ ഭക്തിയുടെ പേര് പറഞ്ഞ് പിടിവിട്ട ഒരു ഭാര്യ. ആ ഭർത്താവിന്റെ ഗതികേട് ഞാൻ ചിന്തിക്കുകയാണ്. മറ്റൊരു സംഭവം, ഒരു പ്രത്യേക പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയതാണ് ഒരു സ്ത്രീ. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് അവർക്ക് ഈ കുത്തുവിളക്ക്, അത് ശിവലിംഗമാണ്, അത് ആ ഏരിയയിലൊന്നും കണ്ടുകൂടാ, കൊച്ചിന്റെ അരഞ്ഞാണം അത് വലിച്ചു പൊട്ടിച്ചു, അത് പിശാചിന്റെ ചങ്ങലയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഈ അതിരുകടന്ന ഭക്തിയും സ്വഭാവ രീതികളും. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ കാര്യം എന്താണ്? ഗതികെട്ട ഭർത്താവ് എന്നല്ലാതെ നമുക്ക് എന്ത് പറയാം? പറയുണ്ട്, നമ്മുടെ ഭക്തി, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബം കുളം തോണ്ടാൻ വേണ്ടിയുള്ളതല്ല. ഈ ഒരു കാര്യം മറന്ന് അതിര് വിട്ടു പോയാൽ നമ്മുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ പോലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ രണ്ട് സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഭക്തിഭ്രാന്ത് നാം എങ്ങനെയാണ് കാണേണ്ടത്. ഭക്തിഭ്രാന്തുള്ള വ്യക്തികളിലേക്ക് നോക്കിയാൽ ചെറിയൊരു അംശമേ ഉള്ളൂ ഭക്തി. കൂടിയ അളവ് ഭ്രാന്താണ്. അതുകൊണ്ടാണ് ഭക്തിഭ്രാന്ത് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭക്തി വളരെ നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മുടെ ഭക്തിയിലാണേലും പ്രാർത്ഥനയിലാണേലും പെരുമാറ്റത്തിലാണേലും സംയമനം അത് നമ്മൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ളത് നാം മറക്കരുത്. ചില ഭക്തിഭ്രാന്തരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ പ്രശ്നം ഭക്തി കുറവുള്ളവരെ അവർക്ക് കണ്ണിന് കണ്ടുകൂടാ. ഇവർ മാത്രമേ ഉള്ളൂ ശരിയായി പ്രാർത്ഥിക്കുന്നവര്, ശരിയായി ജീവിക്കുന്നവര് എന്നുള്ള ആ ഒരു ചിന്താഗതി അവരെ ഭരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല, അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഒരുപക്ഷെ ഉപവാസമായിരിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പരിത്യാഗ പ്രവൃത്തികൾ അത് ചെയ്യാത്തവരെ ഇവർക്ക് കണ്ണിന് കണ്ടുകൂടാ. ഒരു അമ്മച്ചിയുടെ കാര്യം പറഞ്ഞത് ഭയങ്കരം ഉപവാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതുപോലെ ഉപവസിക്കാത്തവരെ കുറിച്ച് ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രൂക്ഷമായ വിമർശനം. ഞാനൊരു അമ്മച്ചി അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ പറയുകയുണ്ടായി, അമ്മച്ചി വേണമെങ്കിൽ എല്ലാ ഭക്ഷണവും കഴിച്ചു, ഈ രീതിയിൽ സംസാരിക്കാതിരുന്നാൽ മതി, അതായിരിക്കും കർത്താവിന് കുറച്ചുകൂടി പ്രീതികരമാകുന്നത്. അവിടെ ഭക്തിഭ്രാന്തി കയറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില ഡിസോർഡർ അത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ചിന്താഗതിയിലേക്കും വരാം എന്നുള്ളത് നാം വിസ്മരിക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥ ഭക്തിയെക്കുറിച്ചാണ്. അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. സുഭാഷിതങ്ങൾ 8:13 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കുന്നത്. തിന്മ, പാപം വെറുത്തുപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ഇനി അത് ചെയ്യുമ്പോൾ നമ്മൾ ഭക്തിഭ്രാന്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. യഥാർത്ഥ ഭക്തിയുള്ളവരുടെ നേട്ടം വളരെ വലുതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 128. ദൈവഭക്തർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭക്തന്റെ അഭിലാഷങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കും. നമുക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാം, അതൊക്കെ ദൈവം സാധിച്ചു തരും. യഥാർത്ഥ ഭക്തിയുള്ളവരാണ് നമ്മളെങ്കിൽ. അത് തിന്മയെ വെറുക്കുന്നതാണ്. വെറുതെ കൈകൂട്ടി പിടിച്ചാലും കുനിഞ്ഞു നടന്നാലും ഒന്നും ഭക്തിയാകില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പയറ്റി ഈസ് ദി അങ്ഷൻ ഓഫ് പ്രയർ. നമുക്കറിയാലോ, നമ്മൾ വായിക്കുമ്പോൾ വിത്ത് അങ്ഷൻ നമ്മൾ വായിക്കുന്നെങ്കിൽ മനോഹരമാണ് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന മനോഹരമാകും. പയറ്റി ഈസ് ദി അങ്ഷൻ ഓഫ് പ്രയർ. അതാണ് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മെ പഠിപ്പിക്കുന്നത്. കപടഭക്തരെ കുറിച്ചും വചനം പഠിപ്പിക്കുന്നു. കപടഭക്തരെ കർത്താവ് വെറുക്കുന്നു എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 119 113 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാപഠ്യം കർത്താവ് വെറുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആരാണെങ്കിലും കാപഠ്യമാണ് നമ്മളെ ഭരിക്കുന്നത്, കപടതയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മെ വെറുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവിടെ യഥാർത്ഥമായ ഭക്തി അതാണ് നമുക്ക് വേണ്ടത്. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ ആരിൽ നിന്നെങ്കിലും പേരും പ്രശംസയും കിട്ടാൻ വേണ്ടിയോ നമ്മൾ ഭക്തരായിട്ട് നടിക്കുന്നതിൽ ഒരു കാര്യമില്ല. ദൈവം ഉള്ളറിയുന്നവനാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ ദൈവം അറിഞ്ഞിരിക്കും. അവസാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വരങ്ങളെക്കാൾ വലുതാണ് വിവേകം. ഇന്ന് പലരും വരങ്ങളുടെ പുറകെ ഓടും, അത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതുള്ളവരുടെ അടുത്തൊന്ന് എത്താൻ വേണ്ടിയല്ലോ. എന്തുമാത്രം പരക്കം പാച്ചിൽ. ദൈവം അതിന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേകം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ മാനിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. യഥാർത്ഥ നന്മ എവിടെയാണെന്ന് അറിഞ്ഞ് നമുക്ക്
അവിടെ എത്താനായിട്ട് നമുക്ക് സാധിക്കണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1805 പാരഗ്രാഫ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിവേകം, അത് നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വരമുള്ളപ്പോഴാണ് യഥാർത്ഥ നന്മ എവിടെയാണെന്ന് അറിയാൻ പറ്റുക. ആ നന്മയിൽ എത്താനുള്ള യഥാർത്ഥ വഴി ഏതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, സമ്പത്ത് വർദ്ധിക്കുന്നത് ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ ദൈവമക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേകം എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് ഈ കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ യോഗമായിട്ട് വയ്ക്കുന്നത് വികാരജീവികൾ, അവിവേകികൾ, ഇങ്ങനെയുള്ളവരുടെ ഗണത്തിൽപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.